ചേട്ടാ എനിക്ക് സംശയിച്ചാലേ നിങ്ങൾ എപ്പോഴും ഈ ഒരേപോലത്തെ കുപ്പായും മുണ്ടും ഒറ്റ കളർ സാധനം സംഘടിപ്പിക്കുന്നത് എങ്ങനെയാ? ആദ്യം മുണ്ട് പണിക്കും അല്ലേ, എന്നിട്ട് കുപ്പായ അടുപ്പിക്കൂല, എങ്ങനെ കിട്ടുന്നു? ഞാൻ ഒരു കാര്യം എന്നോട് ചോദിക്കട്ടെ, അണ്ടി ഉണ്ടായി മാങ്ങ ഉണ്ടായി അത് നമുക്ക് അറിയുന്ന കാര്യല്ലേ. എന്താണ് ആദ്യം അണ്ടിയല്ല മാങ്ങ ഉണ്ടായാലും അണ്ടി ഉണ്ടാവില്ല. അപ്പൊ അണ്ടിയാ മാങ്ങ അല്ലെ? അത് ഏതാണ് ഈ ഉറപ്പിക്കാതി? എന്താണ് എന്താ ഇത്ര നേരം വൈകിയത്? അന്ന് കുറച്ച് വൈകടാ, ഒറ്റയ്ക്ക് ഇരുന്നിരുന്നിട്ടേ ഉറക്കം വന്നു. അല്ല ഉണ്ണി, എന്നാലും എന്താ നീ പുറത്തേക്ക് ഇറങ്ങാൻ? അന്നെ കണ്ടിട്ട് കാര്യം ചോദിക്കാതിരിക്കായിരുന്നു. എന്തേ? എന്റെ കൂട്ടുകാരൻ സുധീന ശങ്കരനാരുടെ മക്കളെ റേഷൻ കട അവിടെ ഇന്നലെ തല്ലിന്ന് പറഞ്ഞു. തല്ലി എന്തിനാ അവരുടെ കുടുംബകാര്യത്തിൽ ഇവൻ ഇടപെടുന്നത്? ഇവന്റെ കാര്യം നോക്കി നടന്നാ പോരെ? മതി. അല്ലെങ്കിൽ സത്യ ചില ആൾക്കാർ അങ്ങനെ കേട്ടോ, മറ്റുള്ളവരുടെ വിഷമവും ദുഃഖവും കുറ്റവും പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്നിട്ട് അതിൽ ഇടപെടാ നാണില്ലാത്ത കുറെ എണ്ണം. അതെന്താ ഈ പണിയും തോരൊന്നും ഇല്ലാതെ വെറുതെ ഈ വീഡിയോ കോലായത്ത് വന്നിരുന്നിട്ട് വായ തോന്നിയിട്ട് പറയാനെന്ന്. സുധേട്ടാ, എന്തുകൊണ്ട്? ഒരു പാക്കറ്റ് ഉപ്പ് വേണം, ചായപ്പൊടി വേണം, ഒരു സോപ്പ് വേണം, ചെറിയൊരു പേസ്റ്റ് അതെ, ചെറുത് മതിയാ. ഞാൻ മണ്ടോദരനൊന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഒന്നുമല്ല, എന്തായി ഇപ്പൊ ചികിത്സയുടെ ഒക്കെ കാര്യം? എന്തായി ഇപ്പൊ എവിടം വരെ എത്തി? നടക്കണ്ട്. അതെല്ലേ. ഇവിടെ അബ്ദുറഹിമാന്റെ മോളിലെ സുഹൃത, അബ്ദുറഹിമാന്റെ മോളിലെ ജമീല നിന്റെ കൂടെ പഠിച്ചല്ലേ? ഇല്ല, ഒരു ക്ലാസ് താഴെയാണ്. അതെയാ, അവൾക്ക് കുട്ടികളായിപ്പോളെ, അവൾക്ക് 3 കുട്ടികളിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റേ ആ വാറ്റിയാർന്നേ എന്താ സുലോചന. സുലോചനയുടെ മോള് ഇപ്പൊ കല്യാണം കഴിഞ്ഞ അതിന് കുട്ടിയായി. എന്റെ അനിയത്തി രജനി വെള്ളാങ്കട്ട 4 വയസ്സിനടുത്താണ്. ഓക്കിപ്പോ 3 കുട്ടികൾ നിലവിലുണ്ട്, 1 കേറുപടിയാണ്. ഓക്ക് ഭയങ്കര ഈ ക്രിക്കറ്റ് കളിക്കാരെ ഭയങ്കര ഇഷ്ടമായോണ്ട് ഒന്നിനെ സച്ചിൻ, ഒന്നിനാ മറ്റേ ശ്രീശാന്ത്, ജയസൂര്യ. ഇനിയിപ്പൊ അതിന് 4ാമത്തേന് എന്താ പേരിടുന്ന നമുക്ക് പറയാൻ പറ്റില്ല. ശരിക്കും നിലവിൽ ഈ ക്രിക്കറ്റ് കളിക്കാർ എത്ര എണ്ണം വേണ്ടത്? 11 പേരുണ്ട്. എന്റെ അമ്മോ, ഉള്ളൊരു വാശിക്കാര്യം കൂടിയാണ്, പറയാൻ പറ്റില്ല. അല്ല, അതിപ്പോ അങ്ങനെയൊന്നും പറയണ്ട. ചിലർക്ക് ദൈവം കുട്ടികളെ വാരി കോരി കൊടുക്കും, ചിലർക്കില്ല. അതൊക്കെ ഒരു ദൈവത്തിന്റെ ഒരേ കളികളാണ്. അല്ലപ്പോ കാണിക്കണില്ലേ ശരിക്ക്? ആരുടെ കുഴപ്പമാണ് അത് പറഞ്ഞത്? ഹനുമാന്റെ കുഴപ്പമാണോ അതോ? അത് നോക്കണം. ശരിയാണ്. ഡോക്ടറെ കാണിക്കലില്ല ആരെങ്കിലും നിലവില്? എത്ര സ്ഥലത്ത് ചികിത്സ. ഇനി വേറെ ഒരു കാര്യണ്ട്, നമ്മുടെ ആ അരവിന്ദൻ ഡോക്ടർ ഇല്ലേ? അരവിന്ദൻ ഡോക്ടറുടെ മകണ്ടല്ലോ, മൂപ്പരിപ്പ ഇതിന്റെ മെയിൻ ആളാ. ഭയങ്കര തിരക്കാന്ന് പറഞ്ഞു ഡോക്ടർ. എന്ത് തിരക്കാണ് അവിടെ ഒന്ന് പോയി കഴിഞ്ഞാൽ ചിലപ്പോ ഒന്ന് സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. ഒന്നാമത് എന്താ വെച്ചാൽ ആരുടെയാണ് പ്രശ്നം എന്നുള്ളത് ആദ്യം സ്ഥിരീകരിക്കണേ. അത് സ്ഥിരീകരിച്ചിട്ടുണ്ടോ? അതിന്റെ നമ്പറുണ്ട്, കൊടുത്തൂടെ? നമ്പറുണ്ട്, കൊടുക്കണം. ഈ ഡോക്ടറെ കണ്ട് ചികിത്സിക്കണൊക്കെ നല്ല. അതിന്റെ കൂട്ടത്തിലേ വല്ല അമ്പലങ്ങളിലൊക്കെ പോയി വഴിപാട് കൂടി നടത്ത്. വഴിപാട് നടത്തണോണ്ട് കുഴപ്പമില്ലല്ലോ. ഈ ഉരുളി കമിത്തി കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാവും പറഞ്ഞ ശരി തന്നെയാ? ഉരുളി കമിത്തി അങ്ങനെ കുട്ടി ഉണ്ടാവണ്? പിന്നെ ഉരുളി കമിത്തിയ കുട്ടികളുണ്ടാവും. ഞാൻ അങ്ങനെയല്ലേ ഉണ്ടായി. എന്റെ അമ്മമ്മ പ്രാർത്ഥിച്ചിട്ട് ഉരുളി കമിത്തിട്ടാ ഞാൻ ഉണ്ടായത്. ശരി. അല്ല, ആ ഉരുളി ഇപ്പൊ ഉണ്ടാവോ വീട്ടില്? എടാ, ഉരുളി അമ്പലത്തിലല്ലേ കമിത്ത. എന്തിനാ ഉരുളി നിനക്ക് പെങ്ങക്കൊണ്ട് കൊടുക്കാൻ? കല്യാണം കഴിക്കുമ്പോ ആവശ്യം വന്നാലോ ചിലപ്പം പറയാൻ പറ്റില്ലല്ലോ. ഈ ആ സാധനം എടുത്ത് കൊടുക്ക സുഖ, പോയിക്കോട്ടെ അവളെ. എന്തൊക്കെ ഇപ്പൊ എടുത്തതാ? ഉപ്പ് എടുത്ത്, എന്താ ചായപ്പൊടി എടുത്ത്, ബാക്കി എടുത്ത് കൊടുക്ക്. ഇതൊക്കെ പറഞ്ഞു. വേറെന്താ കുട്ടി അണ്ണനെ കൂടി പറഞ്ഞു? മതിയാ? 80, 20, 104, 100 ചില്ലറ. കണ്ടതിന് വിഷമിക്കൊന്നും വേണ്ടാട്ടാ, ഒക്കെ ശരിയാവും. ഞങ്ങള് പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ല, മന്മന്റെ കൊടുക്കാം അല്ലേ? എന്തേ ബാക്കി മേടിച്ചില്ല കുട്ടി? അയ്യോ, അല്ല ഉണ്ണിയെ, 4 സാധനല്ലേ അവര് പറഞ്ഞു, ഇപ്പൊ 2 കൊണ്ടേ ഉള്ളൂ. നിങ്ങളുടെ സാധനത്തിന്റെ ക്വാളിറ്റി അവർക്ക് അറിയില്ലേ? തല്ലിപ്പോൾ സാധനം കൊണ്ടൊക്കെ ഇരിക്കട്ടെ. ഇതെന്താ പിടക്കണേ?
വണ്ടിക്ക് ചെറിയൊരു കംപ്ലൈന്റ്. എന്റെ പെട്രോൾ തീർന്നോ? പെട്രോളൊക്കെ ഉണ്ട്, എന്താ അറിയില്ല, പെട്ടെന്ന് അങ്ങോട്ട് ഓഫായി വരണ. അല്ല എന്താ ചോക്കിട്ട് അടിച്ചു നോക്ക്. അതൊക്കെ അടിച്ചു നോക്കിന്നേ. ഇനിയിപ്പോ വർക്ക്ഷോപ്പിലെ ആരെങ്കിലും വിളിക്കാ. അല്ല അപ്പൊ എന്തായാലും. അല്ല മറ്റേ കാര്യം എന്തായി? എന്ത് കാര്യോ? കുട്ടികളെ കാര്യേ. എനിക്ക് കുട്ടികളില്ലല്ലോ. എനിക്കറിയാലോ. എനിക്ക് എന്നോട് പറയാനുള്ള ഇത് വൈകിപ്പിക്കണ്ട കേട്ടോ. ഇതൊക്കെ ഒരാളെ സമയമായിട്ട് ആവണ്ടേ. ഇങ്ങനെ എത്ര കാലായിപ്പോ ഇത് ഇങ്ങനെ നടക്കണ്? അല്ല പോയത് നിങ്ങൾക്ക് ഇതല്ലാണ്ട് വേറെ ഒന്നും ചോദിക്കാല്ലേ? ഒരാളെ കണ്ട വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കാണ്ട്? അന്റെ അതേ സമയം കല്യാണം കഴിഞ്ഞ കുറെ ആൾക്കാരുണ്ട്, അവർക്കൊക്കെ കുട്ടികളായി. അനക്കാവാത്തോണ്ടുള്ള ദണ്ണുണ്ടെങ്കിൽ എന്റെ പൈന നിങ്ങൾക്ക് മാത്രല്ല എല്ലാവർക്കും ഉണ്ട് തരണം. അത് പറഞ്ഞിട്ട് എന്താ ഇതൊക്കെ പടത്തം തീരുമാനിക്കണ ഓരോ കാര്യങ്ങളല്ലേ? പടച്ചോന്റെ കാര്യം പറഞ്ഞപ്പോളാ എന്നോട് ഞാനൊരു കാര്യം പറഞ്ഞിട്ടെ. ഇജിന് ഒരു മരുന്നും കഴിക്കണ്ട, ഒരു ആശുപത്രിയിലും പോണ്ട. എനിക്കൊന്ന് ഉമ്മറൊക്കെ പോയി വരാൻ പറ്റുമോ? ഉമ്മറൊക്കെ പോയി ഇവിടെ എത്തുമ്പോഴേക്ക് പടച്ചോനൊക്കെ കുട്ടീനെ തരും. ഇത് മൊയ്തുക്കന്റെ വാക്കാം. എന്താ നിങ്ങള് പറഞ്ഞത്? ഞാൻ ജിദ്ദയിലല്ലേ ജോലി ചെയ്തിരുന്നത്. 4-5 ഉമ്ര ഏത ആളാണ് ഞാൻ. നിങ്ങൾ ആരോട് ഈ പറഞ്ഞത്? അല്ല കല്യാണം കഴിച്ചതിന് ദിവസം ഈ പോയിനെയോ ഉമ്മറക്ക്? ആയില്ലല്ലോ. ആ പോയില്ലല്ലോ. അപ്പൊ അതാണല്ലോ ഞാൻ പറഞ്ഞേ. ഇപ്പൊ നമുക്ക് ആവശ്യം എപ്പോഴാണ്? പടച്ചോനെ അറിയാം നമ്മളെ ആവശ്യമോ. ഇപ്പൊ നമ്മുടെ നജീബ് ഖാന്റെ മോളില്ലേ നസീമ, ഓക്ക് 17 കൊല്ലമായിട്ട് കുട്ടികളില്ലേ. ഇനി ഓളെ വിയാപ്പിളനോട് ഞാൻ പറഞ്ഞു പോയി ഓൻ പോയി ഉമ്മറ ചെയ്ത് വന്നപ്പോ 3 കുട്ടികളാ പടച്ചോൻ കൊടുത്ത്. ആയിക്കോട്ടെ. അപ്പൊ ചിലവർക്ക് ഉണ്ടാവും, ചിലവർക്ക് ഉണ്ടാവില്ല. അപ്പൊ എന്താ ചെയ്യണപ്പ? അല്ല ജി നീട്ടി കൊണ്ടുപോവല്ലേ എന്തെങ്കിലും ഒന്ന്. നീട്ടി കൊണ്ടുപോകും. ആയിക്കോട്ടെ. പിന്നെ ഞാൻ പോട്ടെന്നാല്. ശരി. ഞാൻ വേണമെങ്കിൽ വയനാട്ടിലൊരു വൈദ്യരുണ്ട്, മൂപ്പരെടുത്ത് പറയണോ? ഞാൻ പറയണ്ട നിങ്ങളോട് എന്തെങ്കിലും ആവശ്യം ഞാൻ പറഞ്ഞു. അപ്പൊ ഈ വണ്ടി ഒന്ന് ശരിയാക്കിട്ട് അങ്ങോട്ട് വീട്ടിലേക്ക് എത്താൻ പറ്റുമോ? എന്നാ ഞാൻ നമ്മളെ ഉസ്മാനെ വിടണോ അങ്ങോട്ട്? വേണ്ട ഞാൻ വിളിക്കണ്ട്. എന്നാ ഈ വിളിച്ചോ. എന്നാ ഞാൻ പോട്ടെ. ഈ പള്ളിയിലേക്ക് പോകണം. ആയിക്കോട്ടെ. സത്യ പള്ളിക്ക വണ്ടി എന്തൊരു ചെറിയ ഒരു ഇതുണ്ട്, എന്തൊരു കംപ്ലൈന്റ്. വരണ വഴിക്ക് അങ്ങോട്ട് ഓഫായി പെട്ടെന്ന്. നോക്കണോ? ഞാൻ നോക്കണോ? വേണ്ട, നിങ്ങൾ ഇനിയിപ്പോ തോലൊന്നും ആക്കാക്കണ്ട. ഞാനേ ഞാൻ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ഇങ്ങനെ ഓർത്തുള്ളൂ. എന്തേ? ഒന്നുമില്ല. എന്തായി മറ്റേ ഇതെന്തേലും ആയോ? എന്തിന്റെ? അല്ല വിശേഷമൊന്നും ആയില്ലോ. എന്ത് വിശേഷം? അല്ല ഭാര്യക്കേ ആയിട്ടില്ല. ആയിട്ടില്ല. എന്തപ്പോ അതാവാത്തത്? കല്യാണം കഴിഞ്ഞിട്ടിപ്പോ കൊറേ ആയാലോ. പിന്നെ ഈ പോയാ ജീൻസ് ഇടുന്ന ആൾക്കാരുണ്ടല്ലോ സ്ഥിരമായിട്ട്. ജീൻസ് ആ ജീൻസ് ഇടുന്ന ആളുകൾക്കും പിന്നെ ഈ ബൈക്കിൽ ഇങ്ങനെ എപ്പോഴും യാത്ര ചെയ്യുന്ന ആളുകൾക്കും. ഞാൻ എപ്പോഴാ ജീൻസ് ഇട്ടായിരുന്നു? ഇല്ല, അതന്നെ ഞാനും ആലോചിക്കണ്. പിന്നെ ബൈക്കിൽ എപ്പോഴും പോവാറില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് എന്തോ നല്ല സത്യട്ട. അതിന് വേറെ എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാവും. ഇപ്പൊ നിങ്ങള് ഞാനിപ്പോ ഈ പറഞ്ഞ മാതിരി ഇക്കറിയാലോ ഇപ്പൊ ഈ കാര്യങ്ങള്. അതെ അല്ലാണ്ട് ഞാൻ ഇപ്പൊ നോക്കാണ്ടൊന്നും നടക്കില്ലല്ലോ. ഇതൊക്കെ അന്വേഷിക്കണൊക്കെ ഉണ്ട്. പക്ഷെ നടക്കണില്ല, ശരിയാവണില്ല. അതാണ് വിഷമണ്ട്. ശരിയാവുമ്പോ ശരിയാവട്ടെ. എനിക്കിപ്പോ വലിയ കുഴപ്പമൊന്നും. അതന്നെ ഞാനും പറഞ്ഞു, ശരിയാവുമ്പോ ശരിയാവട്ടെ. ഞാൻ എന്നാ പോട്ടെ, ഞാൻ അത്യാവശ്യമായിട്ട് വഴിക്ക് ഇറങ്ങിയതാ. ആയിക്കോട്ടെ. ശരി. അല്ല പോയാ ഇനിയിപ്പോ ചോദിക്കാന്നേ ഉള്ളൂ. ഭാര്യയായിട്ട് മാനസികമായിട്ട് അങ്ങനെ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാ? എന്ത് പ്രശ്നം? ഞാൻ എന്റെ ഭാര്യയായിട്ട് നിങ്ങള് ഓളെ കണ്ടിട്ടില്ലേ? എന്നെ കണ്ടിട്ടില്ലേ? എന്ത് പ്രശ്നം? പ്രശ്നമല്ല. ഞാൻ ചോദിക്കണ എന്താ? ഒരു പ്രശ്നമില്ല എന്റെ സത്യേട്ടാ. ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം. അല്ല അതല്ലാന്നേ, ഈ കിടത്തൊക്കെ നിങ്ങൾ ഒരുമിച്ച്. അല്ലാണ്ട് പിന്നെ എന്റെ ഭാര്യ ഞാൻ വേറെ വീട്ടിലോണ്ട് എടുത്താ? അങ്ങനെ വഴിയില്ലല്ലോ, അത് വരാൻ പാടില്ല. അതാ ഞാൻ ചോദിച്ചു. അപ്പൊ അതുമല്ല, എന്താ നോക്കാം. എന്നാലും നോക്കാം നമുക്ക്, എന്താ അല്ലേ? എന്നാ ശരിട്ടാ. ആയിക്കോട്ടെ. ഒക്കെ ഈ കൂലിക്ക് ആളെ നിർത്തിയിട്ട് പറഞ്ഞു വിടുവോ ഈ കാര്യം അറിയാനായിട്ട്? കള്ള നായ്ക്കള്. അതെ, ഈ കടയിൽ പോകുമ്പോൾ മുഴുവൻ സാധനം ഒരുമിച്ച് മേടിച്ചിട്ട് വന്നൂടെ വേണ്ടു? ഞാൻ എന്തേലും തിരക്കിലിരിക്കുമ്പോൾ അത് മേടിക്കും ഇത് മേടിക്കും എന്ന് പറഞ്ഞിട്ട് വിളിച്ച് ശല്യം ചെയ്യാം. എന്റെ മന്മതേട്ട, കടയിൽ സാധനം മേടിക്കാൻ തന്നെയാണ് ഞാൻ പോയത്. എല്ലാ സാധനവും പറഞ്ഞതുമാണ്. പിന്നെന്താ?
പക്ഷെ മേടിപ്പിക്കില്ലല്ലോ. ആരാ? എവിടെ പോയാലും വിശേഷം ചോദിക്കില്ലല്ലേ ആൾക്കാർക്ക്. എനിക്ക് മടുത്തു. ഞാൻ ഇനി പുറത്തേക്കൊന്നും പോണില്ല. ആരും ഉണ്ടാലും അപ്പൊ തുടങ്ങും. ഇതിലും കഷ്ടമാണ് കൊണ്ട് ഓഫീസിൽ എൻ്റെ അവസ്ഥ. ഓരോ ആവശ്യങ്ങൾക്കായിട്ട് വരണ ഒരു കാര്യം കാണാനായിട്ട് വന്നിട്ട് വിശേഷങ്ങൾ ചോദിക്കും. പിന്നെ കുട്ടികളില്ലാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 100 അഭിപ്രായമാണ്. അത് ഇനി വൈകിക്കരുത്. ആർക്കാണ് കുഴപ്പം? വൈഫിനാണോ അതോ സാറിനാണോ? അല്ല പിന്നെ നല്ല ഡോക്ടറുണ്ട്, വൈദ്യനുണ്ട്, ഹോമിയോ കൊള്ളാം, ആയുർവേദം, പിന്നെ ഇത് പറ്റാതെ മന്ത്രവാദം ഉണ്ട്. അതിലും കൂടെ നോക്കും. അതിൽ അങ്ങനെ ഉണ്ട്. എനിക്കറിയില്ല എന്തൊക്കെയാണെന്ന്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഓഫീസിൽ പോകാൻ തോന്നണില്ല. ഇതിപ്പോ എന്ത് മന്മേട്ട, ഒരു സ്ഥലത്ത് പോകാൻ പറ്റാതായി. മന്മേട്ടാ, നമുക്കൊരു കുട്ടിയെ ദത്തെടുത്താലോ? അതൊന്നിപ്പോൾ വേണ്ടു. നമുക്കിപ്പോൾ അങ്ങനെ വലിയ പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. നമുക്കിപ്പം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കല്ലേ, നമുക്ക് ശ്രമിക്കാം. ഞാനേ വേറൊരു കാര്യം ഇങ്ങനെ ആലോചിച്ച്, നമുക്ക് തൽക്കാലം ഞാനൊരു ട്രാൻസ്ഫർ മേടിക്കാനുള്ള ശ്രമത്തിലാണ്. ഇവിടെ നിന്ന് നമുക്ക് ഒരു കണ്ണൂരോ കാസർഗോഡോ മാറിയിട്ട് എവിടെയെങ്കിലും ആണെങ്കിൽ പരിചയമില്ലാത്ത ആൾക്കാരാകുമ്പോൾ ഇമാതിരി ചോദ്യമൊന്നും ഉണ്ടാവില്ലല്ലോ. ഞാൻ അതിനെക്കുറിച്ച് ഗൗരവമായിട്ട് ആലോചിച്ചുകൊണ്ട്. അത് ശരിയാ. അതാവുമ്പോ ഈ ശല്യം ഉണ്ടാവില്ല. അയ്യോ, അടുത്ത കുറിച്ച് മന്മതാ, മന്മതാ. ഞാനേ ഇതിലെ പോകുമ്പോ നിങ്ങട് കയറിയതാ. ഇരിക്കും. എന്താ ചെയ്യ? പഠിച്ചോന്ന് എല്ലാവർക്കും കൊടുക്കൂലെങ്കിൽ ഇപ്പൊ എന്താക്കും? ഇവിടെ വരുമ്പോ ഒരു സമാധാനക്കേട്. ഇവിടെ ഒരു ഒച്ചപ്പാടും ബഹളവും ഇല്ലല്ലോ. കുട്ടികൾ നിങ്ങൾ രണ്ടാളും അവാർഡ് സിനിമ പോലെ ഇങ്ങനെ കുത്തിരിക്കല്ലേ. മന്മത, ഒരു കണക്കിനുണ്ടല്ലോ കുട്ടികൾ ഉണ്ടാവാത്ത നല്ല. എനിക്കിപ്പോ 3 പഠിച്ചോന്ന് തന്നെ പെരയില്. ഒന്നിന് 6 വയസ്സ്, ഒന്നിന് 8 വയസ്സ്, ഒന്നിന് 10 വയസ്സ്. എന്നും തല്ലും പിടിയും ബഹളാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരുത്തണ്ട് അലമാറിന്റെ ചില്ല് ചുറ്റിക്കെടുത്ത് തട്ടി പൊട്ടിക്കണം. എന്തിത്തെ അറാമ്പുറപ്പ് എന്ന് പറഞ്ഞാല് പെണ്ണുങ്ങൾ ഇടക്കിടക്ക് എന്നോട് ചോദിക്കും, നിങ്ങൾക്ക് ഉണ്ടായത് തന്നെയാണത് 3. അങ്ങനെ ഇപ്പൊ സ്കൂൾ പൂട്ടിയപ്പോ ഞാൻ 3 പെണ്ണുങ്ങളവിടെ കൊണ്ടാക്കി. 2 ദിവസം സമാധാനമായിട്ട് നിൽക്കാലോ. ഒരു ദിവസം പോലും നിൽക്കാൻ പറ്റില്ല കേട്ടോ. കുട്ടികൾ വേണം വെക്ക്. കുട്ടികളില്ലെങ്കിൽ ഉണ്ടല്ലോ വീടാവൂല. അതാണ്. അതെ, നിങ്ങളിപ്പോ എന്തിനാ വന്നേ? അത് പറയാ. മണ്ടുവോ ഒന്നും കൊണ്ട് നോക്കിയാ, 2 ആളും കൂടി കൂടിയാ. അതേ, ഒരൊറ്റമൂലിയുണ്ട്. എന്താ കാണിക്കുന്നത്? അവിടെ കളറിനെ ടൗസറോ നോക്കിയത്. തേങ്ങയുണ്ടാ? തേങ്ങ ആവിന്റെ രാഘവട്ട, ഈ വയസ്സുകാലത്ത് നിങ്ങളെന്തിനാ വന്ന് ആ മോനങ്ങട് വിട്ടാ പോരെ? ശരിയാണല്ലോ. ഓന് തീരെ കഴിയുന്നില്ലടോ. എപ്പോ സൂക്കേടാണ്. എന്താ ചെയ്യേണ്ടത്? പനി വന്നോണ്ടിരിക്കുന്നു. അതല്ലേ, എപ്പോ തലവേദന. അല്ല രാവട്ടാ, നിങ്ങക്ക് മോനുണ്ടായ സമയത്ത് എത്ര വയസ്സാണ്? ഒരു 10-55 വയസ്സായിരുന്നു. 85 വയസ്സിലുണ്ടായത്. 55. അതെ, 55. അതെന്തറിയോ, ഈ കല്യാണം കഴിച്ച സമയത്ത് കുട്ടികളിലാണ്ട് ഒരുപാട് ചികിത്സ നടത്തി. ഇത് മരുന്ന് കണ്ടമാനം കഴിച്ചു വെച്ചിട്ടാണ് ഈ കുട്ടി ഉണ്ടായത്. എത്ര ചികിത്സ, എത്ര ദിക്കിൽ പോയി. ആയുർവേദം നോക്കി, ഹോമിയോപ്പതി നോക്കി, എല്ലാം നോക്കിയിട്ട് അവസാനം ആയതായി. ഈ വയസ്സുകാലത്ത് ഇപ്പൊ കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാല് ആ കുട്ടിക്ക് ഒരു പ്രായപൂർത്തിയൊക്കെ ആയി കഴിഞ്ഞാൽ അതിനൊരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് നമ്മൾ പോകുന്നത്. അതാണ്, അവർക്കൊരു ജോലി പഠിക്കുന്ന പ്രായത്തിലൊക്കെ അച്ഛനും അമ്മയും പോയ അനാഥരാവില്ലേ കുട്ടി ആവില്ല. പിന്നെ എങ്ങാനൊന്ന് കടന്നു പോയി എന്ന് വിചാരിക്കും. ആ കുട്ടി കഷ്ടപ്പെട്ടില്ല. ഒന്നാമതിന്റെ രാഘവട്ട, ഒരു 10-45 വയസ്സ് വരെയൊക്കെ കുട്ടികളുടെ ആയിലേക്ക് ചികിത്സിക്കാം. ഈ 50-55 വയസ്സിലൊക്കെ ചികിത്സിച്ച് കുട്ടികളുടെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ മഹാ മോശം. അത് മനുഷ്യന്റെ ആഗ്രഹമല്ലടോ. ഇത് ആഗ്രഹമല്ല,
ദുരാഗ്രഹമാണ്, സ്വാർത്ഥത. എന്റെ കൂടെ ഇപ്പൊ പരമ്പര വേണ്ടേ? എന്റെ പരമ്പര വേണ്ടേ ഇനി? എന്തിന് പരമ്പര? എന്തിന്? നമ്മളെ ഞാനിവിടെ ജീവിച്ചിട്ട് തെളിവ് വേണ്ടേ? എന്തിന് തെളിവ്? എന്താ ഇവര് പറയുന്നത്? എനിക്കൊന്ന് പറയാം, എന്റെ ഭാവിയിൽ എന്നെ അറിയുന്നവരെ എന്റെ കുടുംബം വേണ്ടേ? എന്തിനേന്ന്? ആർക്ക് വേണ്ടിട്ട്? എന്റെ സ്വത്തുക്കളെ സംരക്ഷിക്കണ്ടേ? എന്തിന്? എന്തിനാ? എനിക്കൊരു പരമ്പര വേണ്ടേ? പരമ്പര എന്തിന് പരമ്പര? പമ്പരം. എന്തിനാ പരമ്പര? എടാ, അങ്ങനെ എല്ലാരും വിചാരിച്ച ഇവിടെ ഈ ലോകത്ത് ആളുണ്ടാവുക. എന്റെ അച്ഛൻ അങ്ങനെ വിചാരിച്ചിരുന്നോ? എന്റെ അച്ഛൻ അങ്ങനെ വിചാരിക്കുന്നു. അങ്ങനെ വിചാരിച്ചിട്ടപ്പോ കുഴപ്പമായത്. എന്തിനാ ഇവന് പറയുന്നത്? നമുക്കൊരു ഒരു ഇത് വേണ്ടേ? എന്ത്? ഒരു പിൻതലമുറേനെ വേണ്ടേ? ഒരു പിൻഗാമി വേണ്ടോ? എന്തിന്? എന്റെ സ്വത്തുക്കളെല്ലാം പിന്നെ ആർക്കും ആർക്കും കൊടുക്കരുത്. എന്തിനു കൊടുക്കണം? അതും പോയ ആരെങ്കിലും എടുത്തോട്ടും സർക്കാർ കൊണ്ടേക്കോളും. എന്തെന്നാ എനിക്ക് നിങ്ങളൊന്നും വർത്താനൊന്നും മനസ്സിലാവുന്നില്ല. എന്ത് പുണ്ണാക്കിലെ വർത്താനങ്ങ പറയുന്നത്? തേങ്ങ വേണ്ട പാണെങ്കിൽ തേങ്ങ. ആ കുട്ടികളെ മറ്റേ ഡോക്ടറല്ലേ നമ്പർ കിട്ടോ കൊടുക്കാൻ വേണ്ടിട്ട്? കുട്ടികളായല്ലോ. വേണ്ട, പോയിക്കോ. ആര്യല്ലേ വരുന്നത്? ആ വേണ്ട. ഇവനെ കാണാറില്ലല്ലോ അവിടെ. ഇല്ല, കുറെ കാണാറില്ല. ഹായ്, എന്തൊക്കെയുണ്ട്? കാണലില്ലല്ലോ ഇപ്പൊ. ഞാൻ ട്രാൻസ്ഫർ ആയല്ലോ, 5-6 മാസമായല്ല. എനിക്കെന്താ ജോലി? എനിക്കെന്തിനാ ജോലി? വൈഫിന് ജോലിയില്ലേ? ഓ, ട്രാൻസ്ഫർ ആയി. അപ്പൊ കൊച്ചിനെ അവിടെ സ്കൂളിൽ ചേർക്കണം. അപ്പൊ ബർത്ത് സർട്ടിഫിക്കറ്റ് വീട്ടിലായിരിക്കണം. അന്ന് എടുക്കാൻ വേണ്ടി വന്നാണ്. അല്ല, ഇനിയിപ്പോ വിളിച്ചു ചോദിക്കണമെന്നില്ല. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഒരു മിനിറ്റ്. എന്തൊക്കെയോ പരിപാടികളുണ്ട്. അങ്ങോട്ട് വരണ്ട, ഞാൻ അങ്ങോട്ട് വരണ്ട. അപ്പൊ വന്നിട്ട് സംസാരിക്കാട്ടാ. ശരി, ആയിക്കോട്ടെ. പോയാ ഇത് എവിടെയാണ്? ഞാൻ ഇവിടെ ഉണ്ടെന്നേ. കാണണമെന്ന് വിചാരിച്ചല്ലോ, അപ്പൊക്കെ ആള് ഇവിടെ എത്തി. ഈ പഞ്ചായത്തിൽ മുഴുവൻ കൊടുക്കാനുള്ളതുകൊണ്ടേ ആ, നോട്ടീസ് കുറവാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യും, ഇപ്പൊ സത്യേട്ടൻ ഉണ്ടല്ലോ ഇവിടെ, നിങ്ങൾ വായിച്ചാൽ മതി, എല്ലാവർക്കും കേൾക്കാലോ. എന്തപ്പത്? ഒക്കെ ഇതിണ്ട്, ഇത് വായിച്ചോളൂ. അയ്യോ, സംഭവം ഒന്നുമില്ല കയ്യിൽ. പാവം. എന്താണ് അറിയിപ്പ്. സൂറാക്ക് ഇതുവരെ വിശേഷമായിട്ടില്ല. ഞാനത് ചോദിക്കാ. ഡോക്ടർ ബാലകൃഷ്ണന്റെ ചികിത്സയിലാണ്. പ്രശ്നം എനിക്കാണ്. ഇടയ്ക്കിടയ്ക്ക് ആട്ടിൻകരള് വേവിച്ച് കഴിക്കുന്നുണ്ട്. സൂറാക്ക് വിശേഷം ഉണ്ടാവുമ്പോൾ അറിയിക്കാം. വിശ്വസ്തയോടെ, കോയ.